അതിർത്തിയിലെ പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ സേനാ വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു കരസേനാ മേധാവി. നിയന്ത്രണ രേഖയിലെ സാഹചര്യം സൈന്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. രാജസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അവശ്യ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിലനിർത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടികൾ സ്വീകരിക്കുന്നു. ജമ്മുവിൽ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, സാധാരണ ജനങ്ങൾക്ക് നേരെയാണ് പാകിസ്ഥാന്റെ നീക്കമുണ്ടാവുന്നത്. അത് നേരത്തെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ശക്തമായ മറുപടി ഉണ്ടാകും, കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം സൈന്യം ഇന്ത്യ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചില നീക്കങ്ങളും അവിടെ നടക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? അതിർത്തി സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിലൊക്കെ അതീവ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സൈന്യം. അതിനിടയിൽ കരസേനാ മേധാവി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. സാഹചര്യം പരിശോധിച്ച് അനുയോജ്യമായ നടപടി എന്താണോ അത് സ്വീകരിക്കാം എന്ന സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് ഹീനമായ രീതിയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ നിയന്ത്രണ രേഖയോട് സമീപം, നിയന്ത്രണ രേഖയിലെ ജനവാസ മേഖലയിൽ ഈ ഷെല്ലിംഗ് ആക്രമണം നടത്തിയത്. 15 പേർക്കാണ് അതിൽ ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഈ നിയന്ത്രണ മേഖലയിലെ സാഹചര്യം ഇപ്പോൾ സസൂക്ഷ്മം സൈന്യം നിരീക്ഷിച്ചു വരുന്നത്. നിയന്ത്രണ രേഖയിലെ പാക് പ്രകോപനം സേന വിലയിരുത്തുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇത്തരം നടപടികളെ കുറിച്ച് കരസേനാ മേധാവി അവിടുത്തെ തന്നെ പ്രാദേശിക സേനകളുമായി ആശയവിനിമയം നടത്തുകയും കൃത്യമായി അല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ മറുപടി നൽകാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ സേനകൾക്ക് നൽകിയിരിക്കുകയാണ്. ഒരു ഉത്തരവിനും കാത്തിരിക്കേണ്ട താമസമില്ല. അതിവേഗത്തിൽ തന്നെ ഉചിതമായ രീതിയിൽ പാകിസ്ഥാന് ഇക്കാര്യങ്ങളിൽ മറുപടി നൽകണം എന്നതാണ് സേന സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇടങ്ങളിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലും അതിർത്തി മേഖല അതീവ ജാഗ്രത പുലർത്തിയാണ് മുൻപോട്ട് പോകുന്നത്. കര, വ്യോമ, നാവിക സേനകൾ നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും മറികടക്കാനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് സേനാ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് വൈകിട്ടായിരുന്നു, ഇന്ന് 2 മണിയോടുകൂടിയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നത്. അത് ഈ പാകിസ്ഥാൻ, അതുപോലെ തന്നെ നേപ്പാൾ അതിർത്തി മേഖലയിലെ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും DGPമാരുമായിട്ടായിരുന്നു ആ യോഗം. അതിനുശേഷം ആ യോഗത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഈ മേഖലയിലെ സംസ്ഥാനങ്ങളോട് അവശ്യ വസ്തുക്കളും സേവനങ്ങളുടെ ലഭ്യതകളും നിലനിർത്താൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ SDRF, സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡുകൾ, NCC തുടങ്ങിയ ദുരിതാശ്വാസ രക്ഷാ സേനകളോട് ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ അവർ ആ ഒരു ജാഗ്രത പുലർത്തണം എന്നുകൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ പ്രചാരണം ഉണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നതും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുർബലമായ സ്ഥലങ്ങളിൽ തടസ്സമില്ലാത്ത ആശയവിനിമയവും സുരക്ഷയും ഉറപ്പുവരുത്തണം എന്നതും ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ഇക്കാര്യത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് സുരക്ഷാ സാഹചര്യവും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകോപനവുമാണ് ഈ ഒരു യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ രാജസ്ഥാനിലെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ അതീവ ജാഗ്രത പുലർത്തുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ജയ്പൂരിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും അതിനുശേഷമാണ് അവിടെ സുരക്ഷാ നടപടികൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. BSFും രാജസ്ഥാൻ പോലീസും ചേർന്നാണ് ഇപ്പോൾ ഈ അതിർത്തി മേഖലകളിൽ ഈ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അതീവ ജാഗ്രത പുലർത്തുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടായാൽ തക്കതായ രീതിയിൽ, കൃത്യമായ രീതിയിൽ മറുപടി നൽകാനാണ് ഇപ്പോൾ സേന തയ്യാറെടുത്തിരിക്കുന്നത്. റിജിത്ത്, അച്യുതൻ, അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അവിടെ പാകിസ്ഥാനിൽ ഭീകരകേന്ദ്രങ്ങൾ ചാരമാകുമ്പോൾ അത് പാകിസ്ഥാന് പൊള്ളുന്നുണ്ട്. അതിന് പകരമായി അവർ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെയാണ്, സാധാരണ ജനങ്ങൾക്ക് നേരെയാണ് അവരുടെ ഷെല്ലാക്രമണം ഉണ്ടാകുന്നത്. ഇതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ സൈന്യം, കേന്ദ്ര സർക്കാർ ഒക്കെ വിലയിരുത്തുന്നുണ്ട്. തുടർന്നുള്ള നടപടികൾ അതുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അത് ചെറിയ നടപടിയായിരിക്കില്ല. ഇന്നലെ കണ്ടതുപോലെ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾക്കും രാജ്യം തയ്യാറെടുക്കുന്നു എന്നൊരു സൂചന കൂടിയുണ്ടോ അച്യുതൻ?
തീർച്ചയായിട്ടും റിജിത്ത് അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത് ഈ മണിക്കൂറുകളിൽ. കാരണം ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് സേന. അതായത് പാകിസ്ഥാനുള്ളിലും POKയിലും ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതൊരിക്കലും അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നേരെയല്ല ആക്രമണം നടത്തിയത്. അതിന് സേന മുതിർന്നിട്ടുമില്ല. മറിച്ച് ഈ തെരഞ്ഞെടുത്തിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അതും അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ തരത്തിൽ ഒരു ആക്രമണം നടത്തിയതെന്നായിരുന്നു സേന ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചത്. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അക്കാര്യം വ്യക്തമാക്കി. സാധാരണ ജനതയെ ആക്രമിച്ചിട്ടില്ല എന്ന കാര്യം. പക്ഷേ പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണ ജനജീവിതത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പൂഞ്ച് രജൌരി മേഖലകളിൽ സാധാരണ ജനങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടത്. ഈ ഷെൽ ആക്രമണം ഉണ്ടാവുകയും 15 പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപന നടപടികൾ പിന്തുടരുകയാണെങ്കിൽ, അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായ മറുപടി നൽകാനാണ് കരസേനാ മേധാവി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് കാത്തിരിക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായ രീതിയിൽ ആ സ്വാതന്ത്ര്യം സേനകൾക്ക് വിട്ടു നൽകിക്കൊണ്ട് ഏത് രീതിയിൽ ഏത് രീതിയിൽ ആ നടപടികൾ വേണമെന്നത് സേനകൾക്ക് തീരുമാനിക്കാം. ആ രീതിയിൽ മുൻപോട്ട് പോകാം എന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിച്ചു കൊണ്ടെടുത്തിരിക്കുന്ന തീരുമാനം. അത് കരസേനാ മേധാവി ഇപ്പോൾ സേനാ വിഭാഗങ്ങൾക്ക് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകൾ അവിടെ ഇപ്പോൾ സൈന്യം അതീവ ജാഗ്രത പുലർത്തി സൂക്ഷ്മം ആ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. പ്രകോപനപരമായിട്ടുള്ള നടപടികളിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണെങ്കിൽ അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അത് വ്യക്തമാക്കിയതാണ്. ഈ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ ഈ നയതന്ത്ര ബന്ധം ഉലഞ്ഞതോടുകൂടി പല ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും വെടി വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് തന്നെ ഇന്ത്യൻ സൈന്യം കൃത്യമായി തിരിച്ചടിക്കുകയുണ്ടായി. ഇന്ന് 10:30 ചേർന്ന വാർത്താ സമ്മേളനം വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പാക് പ്രകോപനം വീണ്ടും തുടർന്നാൽ ഉറപ്പായും രാജ്യം തിരിച്ചടിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അതിനായി രാജ്യം ഇനി മറ്റൊരു യോഗം വിളിക്കുകയോ അതിർത്തിയിലെ ജനങ്ങളുടെ സുരക്ഷ അത് പ്രധാനമാണ്. അതിനുവേണ്ട നടപടികൾ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാൻ നിരന്തരമായി ഇത്തരത്തിൽ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സൈന്യം. അടിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കും. അതിനുള്ള നിർദ്ദേശം സൈന്യത്തിന് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കരസേനാ മേധാവി സേനാ വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. നിയന്ത്രണ രേഖയിലെ സാഹചര്യം സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതിർത്തി സംസ്ഥാനങ്ങളിൽ ജാഗ്രത തുടരുന്നുണ്ട്. അതിശക്തമായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന സൂചനയാണ് കരസേനാ മേധാവിയുടെ സന്ദേശം നൽകുന്നത്.